വ്യത്യസ്തമായ വയസ്സ്, വ്യത്യസ്തമായ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഉള്ളത്. ചിലർ ITI ആയിരിക്കും, ITC ITIയിലൊക്കെ പഠിക്കുന്നവരായിരിക്കും, ചിലർ ഡിപ്ലോമ കഴിഞ്ഞവരായിരിക്കും, ചിലർ BTech കഴിഞ്ഞവരായിരിക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരും നമുക്ക് ഫസാഡ് എഞ്ചിനീയറിന്റെ കണ്ണിൽ നമുക്ക് എല്ലാവർക്കും സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫസാഡ് എഞ്ചിനീയറിങ്. ഇത് സിവിൽ എഞ്ചിനീയറിങ്ങോ അതല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ അതും അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ട് പോലെ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ITIക്കാർക്കോ അതല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമക്കാർക്കോ BTechക്കാർക്കോ ഒക്കെ ചെയ്യാവുന്ന ഒരു കോഴ്സാണ് ഫസാഡ് എഞ്ചിനീയറിങ്. ഇതിൻ്റെ ഒരു ഷോർട്ടാക്കി പറഞ്ഞാൽ ഇത് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ലോകത്ത് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും യൂറോപ്പിലുമെല്ലാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വളരെ സാധ്യതയുള്ള ഒരു എഞ്ചിനീയറിംഗ് മേഖലയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഒരു കോഴ്സായിട്ടോ അതല്ലെങ്കിൽ ഒരു അക്കാഡമിക്കലായിട്ടുള്ള പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ ഇന്ന് ലോകത്ത് വളരെ വിരളമാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മളാണ് ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫസാഡ് എഞ്ചിനീയറിംഗിന് മാത്രമായിട്ട് ഫസാഡ് എഞ്ചിനീയറിംഗും അതും അനുബന്ധമായ കോഴ്സുകളും മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനമായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഫസാഡ് എക്സ് അക്കാഡമി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ അത്രയും സാധ്യത ഉള്ള ഒരു മേഖലയിൽ എന്താ പറയുക സ്കില്ലോടുകൂടി കോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ തൊഴിലവസരങ്ങളാണ്, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഫസാഡ് എഞ്ചിനീയർമാർക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല ഹൈ സാലറിയാണ്. സാധാരണ ഒരു സിവിൽ എഞ്ചിനീയറെ അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ ഡിസൈനറേക്കാൾ അപേക്ഷിച്ച് ഹൈ സാലറിയാണ്. അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ സാലറിയാണ് ഓരോ തുടക്കക്കാരുമായ ഫസാഡ് എഞ്ചിനീയർക്ക് പോലും ലഭിക്കുന്നത്. അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കാം, മനസ്സിലാക്കാൻ നോക്കാം. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ചിലപ്പോൾ ഗ്രാജുവേറ്റ്സ് ആയിരിക്കും, അതല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവര്, ഡിപ്ലോമ കഴിഞ്ഞവര്, ITI കഴിഞ്ഞവരൊക്കെ ആയിരിക്കും. ചിലർ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലർ പഠിച്ചിട്ട് 2 3 വർഷമോ അതല്ലെങ്കിൽ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞവരായിരിക്കും. ഒരു വ്യത്യസ്ത മേഖലയിലുള്ളവരായിരിക്കും. അപ്പൊ എല്ലാവരോടും ഞാൻ ചോദിക്കും, നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്താവണമെന്നായിരുന്നു നിങ്ങൾ അന്നത്തെ ഒരു ആഗ്രഹം? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അന്ന് എന്താകണം എന്നായിരുന്നു നിങ്ങൾ ആഗ്രഹം? അപ്പോൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞവരൊന്ന് ചിന്തിക്കുക, 1 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്താവണം എന്നാണ്, മീൻസ് സിവിൽ കഴിഞ്ഞവരാണെങ്കിൽ അതല്ലെങ്കിൽ ഇന്റീരിയർ കഴിഞ്ഞവരാണെങ്കിൽ ഞാൻ എന്താകുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഏത് പൊസിഷനിൽ എത്ര ശമ്പളം വാങ്ങുന്ന ഒരാളെ ഒരു സ്റ്റാഫ് എംപ്ലോയി ആവുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു 3 4 വർഷം കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്നും ആലോചിക്കേണ്ട ഇപ്പൊ നിങ്ങൾ എന്താണ്, ഇപ്പൊ സിവിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഉള്ളവരുടെ കാര്യമായിട്ടോ ഞാൻ പറയണേ, അവരെന്താണ് ഇപ്പോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ ഈ 2 രീതിയിലുള്ള ഒരു സിനാരിയോ ഉണ്ട്. ഒന്ന് എന്താവണം എന്നുള്ള ആഗ്രഹിക്കുന്നവരും, അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ 2 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായി എന്നുള്ളതും, എന്ത് ജോലി ചെയ്യുന്നു, എത്ര സാലറി വാങ്ങുന്നു, ഏത് പൊസിഷനിൽ, ഏത് കമ്പനിയിൽ ഏത് പൊസിഷനിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ള ഒന്ന് നിങ്ങൾ അവലോകനം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ 2 രീതിയിലുള്ള ആളുകളാണ് പൊതുവെ സിവിലും മെക്കാനിക്കലൊക്കെ കഴിഞ്ഞാൽ 2 3 രീതിയിലുള്ള ആളുകളാണ് ഉണ്ടാവാറുണ്ട്. ഒന്ന് ആഫ്റ്റർ സിവിൽ ഓർ മെക്കാനിക്കൽ കഴിഞ്ഞാൽ ഒന്ന് പൊതുവിൽ എന്താ പറയുക സൈറ്റ് സൂപ്പർവൈസർ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും, ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്നത് ഡ്രോ ചെയ്യുന്ന ഡ്രാഫ്റ്റ്മാൻ ആയിട്ടോ, അതിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ അപ്രന്റീസർ ആയിട്ടോ, അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ സാലറിയിലായിരിക്കും ഒരു സിവിൽ കഴിഞ്ഞ് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞ പൊതുവിൽ ഉള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ ചിലപ്പം BTech കഴിഞ്ഞിട്ട് NIT പോലുള്ള വലിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ച് വലിയ ജോലിയിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അത് വളരെ കുറഞ്ഞ പെർസെൻറ്റേജാണ്. പക്ഷെ മേജോറിറ്റി ആളുകളും മാക്സിമം ഒരു വലിയ പെർസെൻറ്റേജ് ആളുകളും ചെറിയ സാലറിക്ക് ചെറിയ ഇതിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അതല്ലെങ്കിൽ ഈ ചെറിയ സാലറി അതല്ലെങ്കിൽ ഈ ചെറിയ ജോലി മടുത്തിട്ട് വേറെ ഫീൽഡിലേക്ക് പോയവരായിരിക്കും. വല്ല ഷോപ്പിലോ അതല്ലെങ്കിൽ ഗൾഫിൽ വേറെ ഏതെങ്കിലും കടകളിലോ അങ്ങനെയൊക്കെ ആയവരായിരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു റിയാലിറ്റി. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനിയിപ്പോൾ സിവിലിൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് വളരെ കുറഞ്ഞ സാലറി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഈ വർഷം പഠിച്ച് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നവരോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ വർഷം അതല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷമൊക്കെ സിവിൽ കഴിഞ്ഞ കുട്ടികൾ
അവരൊക്കെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് ഇപ്പൊ അവർക്ക് എത്ര സാലറി വാങ്ങുന്നുണ്ട് എന്നൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാക്സിമം പോയ ഒരു 10,000 റുപ്യൊക്കെ 2 വർഷം കഴിഞ്ഞ ആളുകൾ സാലറി വാങ്ങുന്നുണ്ടാവുള്ളൂ. അതായത് അതല്ലെങ്കിൽ എന്താ പറയാ, ഏതെങ്കിലും വലിയ വലിയ കമ്പനികളിൽ ചെറിയ ചെറിയ ജോലികൾ, ഡ്രാഫ്റ്റ്മാൻ ആയിട്ട് തുച്ഛമായ വരുമാനം, തുച്ഛമായ കരിയർ ഗ്രോത്ത് ഇല്ലാണ്ട് ഇതിൽ കുടുങ്ങി കിടക്കുകയാണ്. അതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ഥിതി. അത് ഞാൻ അതിശയോക്തിക്ക് പറയല്ല, നിങ്ങൾ ചുറ്റുമുള്ളവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ ടൗണിലും എല്ലാ ചെറിയ ചെറിയ അങ്ങാടികളിലും സിവിൽ എഞ്ചിനീയറിംഗിന്റെയും ഇന്റീരിയറിന്റെയും ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് അവിടെയൊക്കെയുള്ള ജൂനിയർ ആളുകൾ, 1 വർഷം 2 വർഷം കഴിഞ്ഞ ആളുകളുടെ സാലറി ഒക്കെ ഒന്ന് അന്വേഷിച്ചാൽ മതി. അതിനി ഏത് 3D പഠിച്ച ആളായാലും, ഓട്ടോകാഡ് പഠിച്ച ആളാണെങ്കിലും, ബിമ്മ് പഠിച്ച ആളൊക്കെ ഇതാണ് അവസ്ഥ. ഈ ഒരു രീതിയിലുള്ള സാലറിയേ ഉള്ളൂ. ഞാൻ അതിനൊന്നും കൊച്ചാക്കി പറയല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3D പഠിച്ച ഒരാൾക്ക്, 3D പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് എത്ര ഒരു 3D വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 2,000 രൂപയൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജോലി മോശമായതുകൊണ്ടല്ല, പക്ഷെ അതില് ഇഷ്ടം പോലെ ആളുകൾ ഓൾറെഡി നിലവിലുണ്ട്. അപ്പൊ ഡിമാൻഡ് കുറയുന്ന ഒരു സാധനത്തിന് സ്വാഭാവികമായിട്ടും, അല്ല, ഡിമാൻഡ് കുറവുള്ള ഒരു സാധനത്തിന് സ്വാഭാവികമായിട്ടും അതിന്റെ വാല്യൂ കുറയും. അതിനുള്ള സാലറിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റോ അതിന് കിട്ടുന്ന വരുമാനമൊക്കെ കുറയും. പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുന്നൊക്കെ 3D വരച്ചവർക്ക് 5,000 ഒക്കെ ഒരു വ്യൂക്ക് കിട്ടിയിരുന്ന സമയത്ത് ഇപ്പൊ അത് 2,000 രൂപയിലേക്കോ 1,500 രൂപയിലേക്കൊക്കെ 3Dന്റെയും ഇതിന്റെ ഒക്കെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഒരു പ്ലാന് വരച്ച് കൊടുത്താലേ വലിയ കമ്പനിയിലൊക്കെ നല്ല പൈസ വാങ്ങുന്നുണ്ട് എന്നല്ലാതെ, നോർമലി നമ്മളെ നാട്ടില് ആവറേജ് ആയിട്ട് സിവിൽ കഴിഞ്ഞവർക്കൊക്കെ ഒരു പ്ലാൻ വരച്ചാൽ മാക്സിമം 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഒക്കെയാണ് കിട്ടാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഒന്നും മോശമല്ല പറയണത്, ഇത് ഇത്രയും സുലഭമായി എല്ലാ സിവിൽ കഴിഞ്ഞവരും എന്താ പറയുക, പ്ലാൻ വരക്കാനും സിവിൽ കഴിഞ്ഞ എല്ലാവരും എന്ത് ചെയ്യാണ്, എഞ്ചിനീയർ ഡ്രാഫ്റ്റ്മാൻ ആയിട്ടും വരുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു വാല്യൂ കുറയും എന്നുള്ളതാണ്. അതന്നെയാണ് സത്യത്തിൽ ഇപ്പോൾ മാർക്കറ്റിൽ സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കൊക്കെ ഉള്ള ഡിമാൻഡ് കുറയാനുള്ള ഒരു കാരണം. അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കേണ്ടത്, നമ്മൾ വ്യത്യസ്തമായിട്ട് ഡിമാൻഡുള്ള പല മേഖലകളും ഉണ്ട്. ഇപ്പൊ സിവിൽ കഴിഞ്ഞവർക്കായാലും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കായാലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ കുറേ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇതിന്റെ ഒരു ഗ്ലോബൽ ഡിമാൻഡ്, അതുകൊണ്ടാണ് നമ്മളെ വെബിനാറിന് അങ്ങനെ ഒരു പേരിട്ടിട്ടുണ്ട്, ഗ്ലോബൽ ഡിമാൻഡ്. ഗ്രാജുവേറ്റ്സ് ആയ ആളുകൾക്ക് ഗ്ലോബലി ഉള്ള ഡിമാൻഡുകളെ കുറിച്ച് അറിയുന്നില്ല. നമുക്കിത് പറഞ്ഞു തരാൻ ആരുമില്ല. ആരെങ്കിലും ഒന്ന് ഇത് ഇത്തരം കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്തരം കോഴ്സുകളിലേക്ക് അതിനുള്ള സ്കില്ലോ അതിനുള്ള എക്സ്പീരിയൻസോ നേടിയിട്ട് അതിലേക്ക് നമ്മളെ കരിയർ സ്വിച്ച് ചെയ്തിട്ട് ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കരിയർ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല സാലറി ഉള്ള ജോലിയിലേക്കൊക്കെ എത്തിപ്പെടും. ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു IT കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സാലറി കിട്ടിയിരുന്നു. ഇപ്പോൾ IT കമ്പനിയുടെയും അവസ്ഥ തന്നെയാണ്. കൂടുതൽ ആളുകൾ സോഫ്റ്റ്വെയർ എന്തും ഒക്കെ പഠിച്ചത് കൊണ്ട് IT കമ്പനികളിലും ജോലി സാധ്യത കുറഞ്ഞ് വളരെ സാലറി സ്കെയിലൊക്കെ പറ്റ കുറഞ്ഞ്. അപ്പൊ ഇത് ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ എഞ്ചിനീയറിംഗ് മേഖലയുടെ മാത്രം പ്രശ്നമല്ല, ഏത് മേഖലയിലും. ഇപ്പൊ അക്കൗണ്ട്സ് നമ്മൾ എക്സാമ്പിൾ ആണ്. ഡിഗ്രി BCom ഒന്നും കഴിഞ്ഞ വ്യത്യസ്തമായ അക്കൗണ്ടിങ് കോഴ്സുകളൊക്കെ പഠിച്ച് കുറെ ആളുകളാണ് ഇറങ്ങുന്നത്. അപ്പൊ അക്കൗണ്ടിങ് കോഴ്സുകൾ പഠിച്ചവർക്കൊന്നും ജോലി എന്താ പറയാ, അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത്രയും തോന്നെ ആളുകളാണ് നമ്മൾ ഈ നമ്മളെ മാർക്കറ്റിൽ. നമ്മളെ കേരളത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഒരു ഹൈപ്പുള്ള നാടായതുകൊണ്ട് എല്ലാവരും ഡിഗ്രി, എല്ലാവരും അക്കൗണ്ടന്റ്, എല്ലാവരും സിവിൽ എഞ്ചിനീയർ, എല്ലാവരും IT എഞ്ചിനീയർ ആകുമ്പോൾ ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും പോകുന്ന വഴിയിൽ പോകാതെ നമ്മൾ വ്യത്യസ്തമായിട്ട് ഡിമാൻഡ് ഉള്ള മേഖലയിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. അതായത് എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ തന്നെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിഷയം. അതായത് ആളുകൾക്ക് അറിയുന്നില്ല ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഗ്ലോബൽ ഡിമാൻഡ് ഉള്ള കോഴ്സുകൾ ഉണ്ട്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഫോക്കസ് ആയിട്ടുള്ള പല കരിയറും ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മുന്നേ പോയവർ എന്താണ് പോകുന്നത് അതിലേക്ക് തന്നെ പോവുകയും അതിൽ ആളുകൾ ഓവറാകുമ്പോൾ അതിൽ ആവശ്യത്തിലേറെ കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമ്പോൾ സാലറി സ്കെയിലും ജോലി സാധ്യതയൊക്കെ കുറയുന്നതും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഇതിൽ നിന്ന് മാറണം എന്നാണ് ഞാൻ ആദ്യം തന്നെ മുഖവരായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാല്, നമ്മളെ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് സ്കിൽ ബേസ്ഡ് ആണ്. സ്കിൽ ബേസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഡിഗ്രി ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമ ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല.
ഒരു ഡിഗ്രിയോ ഒരു ഡിപ്ലോമയോ മാത്രം ഉണ്ടായത് കൊണ്ട്, ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ ഉണ്ടായതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ കാലത്ത് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി നിങ്ങളോട് ചോദിക്കൂല എന്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കൊണ്ട് മാത്രം ഒരു കമ്പനിയും നിങ്ങളെ ജോലിക്ക് എടുക്കൂല. കാരണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ ഡിഗ്രി ഹോൾഡേഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒരു സ്കില്ല് വേണം. അപ്പൊ ഡിഗ്രി മാത്രം ഉണ്ടായത് കൊണ്ട് ഒരിക്കലും നമുക്ക് എന്തെങ്കിലും, ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് കോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ. നിങ്ങൾക്ക് എന്ത് ഡിഗ്രി ഉണ്ട്, എങ്ങനെ ഇതുണ്ട് എന്നുള്ളതൊന്നും സർട്ടിഫിക്കറ്റുകളിലൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് സ്കില്ലുണ്ട് എക്സ്ട്രാ, ഈ ഒരു കമ്പനിയിലേക്ക് അവർ നിങ്ങളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഉപകാരപ്രദമായ എന്ത് സ്കില്ല് എക്സ്ട്രാ നിങ്ങളെ അടുത്തുണ്ട് എന്നുള്ളത് മാത്രമേ കമ്പനീസ് നോക്കുള്ളൂ. അവര് ആ ഹയർ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, സ്കില്ലും എക്സ്പീരിയൻസും. നിങ്ങൾക്ക് എക്സ്ട്രാ ഇന്ന ഇതിൽ സ്കില്ലുണ്ട്, എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾക്ക് അതിൽ ആ കമ്പനികളെ സെലക്ട് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നടക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഴ്സാണ് ഫസാഡ് എഞ്ചിനീയറിംഗ്. അപ്പൊ ആ ഫസാഡ് എഞ്ചിനീയറിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അപ്പൊ ഇതുപോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ആക്കി എടുത്തിട്ട് ഒരു ഫസാഡ് എഞ്ചിനീയർ ആയി മാറിയാൽ 1 വർഷം കൊണ്ട് തന്നെ നല്ല സാലറിയിലുള്ള ജോലി നിങ്ങൾക്ക് എത്തും എന്നുള്ളതാണ് ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ് ഇനി ഞാൻ ഇവിടെ പോകുന്നത്. നിങ്ങൾ ഫസാഡ് എന്നുള്ള വാക്കൊരു ഗൂഗിളിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇത് ജസ്റ്റ് ഒരു സെന്റൻസ് കിട്ടും ഗൂഗിളിൽ. നിങ്ങൾ എന്താണ് ഫസാഡ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഒരു സംഗതിയാണ് ഫസാഡ് ദ എക്സ്റ്റീരിയർ ഫേസ് ഓർ ഫ്രണ്ട് വാൾ ഓഫ് ബിൽഡിംഗ് എന്നാണ് മെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഫ്രണ്ട് വാള് ഡിസൈൻ ചെയ്യുക. ആ ഫ്രണ്ടിന്റെ പറയുന്ന പേരാണ് ഫസാഡ്. ഫേസ് എന്നുള്ള വാക്കുന്നാണ് നമ്മൾ വേർഡ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസാഡ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ എന്നൊക്കെ നമുക്ക് പറയാം. ഈ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുക, അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യുക, ഇതാണ് ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ മെയിൻ ആയിട്ട്. നമ്മളിപ്പോ ഇന്റീരിയർ ഡിസൈനിങ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ, ഉള്ളിലുള്ള ഫർണിച്ചറിന്റെയോ അതല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളിൽ ആവശ്യമുള്ളത് അതൊക്കെ ഡിസൈൻ ചെയ്യലാണ് ഇന്റീരിയർ എങ്കിൽ. ഫസാഡ് എന്ന് പറയുക എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ട ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക, അതിനുവേണ്ട ഫാബ്രിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്യുമെന്റുകൾ ചെയ്യുക. ഇതൊക്കെയാണ് ഫസാഡ് എഞ്ചിനീയറിംഗിലെ മെയിൻ ആയിട്ട്. ഫസാഡ് എന്ന് പറഞ്ഞാൽ ഫസാഡ് എഞ്ചിനീയറിംഗിൽ വരുന്ന മെയിൻ കാര്യങ്ങൾ. അപ്പൊ അതാണ് ഫസാഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ വാട്ട് ഈസ് ഫസാഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഒരു ബിൽഡിങ്ങിന്റെ എക്സ്റ്റീരിയർ ലെവൽ. അപ്പൊ നിങ്ങൾ ബുർജ് ഖലീഫ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ബുർജ് ഖലീഫിന്റെ ഒക്കെ പ്രത്യേകത എന്താ, ബുർജ് ഖലീഫ കംപ്ലീറ്റ്ലി ഗ്ലാസ്സിൽ, ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ ചെയ്ത ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ ഇതൊക്കെ ഒരു ഫസാഡ് എഞ്ചിനീയർ ആണ് ഡിസൈൻ ചെയ്യല്. അതല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങുകൾ ഉണ്ടാവും വ്യത്യസ്തമായ ആ എക്സ്റ്റീരിയറിൽ ഫോക്കസ് ചെയ്തിട്ട് ഡിസൈനുകളുള്ള ബിൽഡിങ്ങുകളൊക്കെ പല രാജ്യങ്ങളിലും. ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ വ്യത്യസ്തമായ കുറെ ബിൽഡിങ്ങുകൾ വരുന്നുണ്ടല്ലോ. പിന്നെ ബാംഗ്ലൂർ പോലുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പൊ അത്തരം ബിൽഡിങ്ങുകളുടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസാഡ് എഞ്ചിനീയറുടെ ഏറ്റവും വലിയ റോള്. അതാണ് ഒരു ഫസാഡ് എഞ്ചിനീയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എക്സ്റ്റീരിയറിൽ വരുന്നതാണ് ഒരു ചെറിയൊരു വിൻഡോ. ഒരു വിൻഡോ നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന വിൻഡോ അല്ല, ഒരു അലുമിനിയം ഫാബ്രിക്കേഷനിലൊക്കെ ചെയ്യുന്ന ഒരു വിൻഡോ. ഈ ഒരു വിൻഡോ മുതൽ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ ഏറ്റവും വലിയ ഫേസ്, അതിലുള്ള എക്സ്റ്റീരിയർ ആയിട്ടുള്ള ക്ലാഡിങ്, ഗ്ലാസ്, അതിന്റെ പാനലുകൾ, പിന്നെ വേറെ എന്തെങ്കിലും ഡെക്കറേറ്റീവ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒരു ഫസാഡ് എഞ്ചിനീയർ ആണ്. അപ്പൊ അതിന് ഒരു ഫസാഡ് എഞ്ചിനീയറുടെ സ്കോപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ഉണ്ട്, അതുപോലെ കർട്ടൺ വാളുകൾ എന്നൊക്കെ പറയും, അതല്ലെങ്കിൽ ക്ലാഡിങ്, പിന്നെ ACP, അതുപോലെയുള്ള മറ്റ് സ്കൈലൈറ്റുകള്, ഗ്ലാസിന്റെ ബിൽഡിങ്ങിൽ നിങ്ങൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലുള്ള പല ഒബ്ജക്റ്റുകളും ഉണ്ട്, ഗ്ലാസിന്റെയും ക്ലാഡിങ്ങിന്റെയും അതുപോലെ ഡെക്കറേറ്റീവ് എലമെന്റ്സിന്റെയും ഒക്കെ. ഇത്തരം സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യലും എക്സിക്യൂട്ട് ചെയ്യലൊക്കെ ഫസാഡ് എഞ്ചിനീയർ ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഇതൊരു റിവിറ്റ് മോഡലാണ് ഇതിൽ കാണുന്നത്. റിവിറ്റ് വിമ്മിൽ ചെയ്ത ഒരു ബിൽഡിങ്ങിന്റെ ഒരു റിവിറ്റ് മോഡൽ. ഈ റിവിറ്റ് മോഡൽ നമ്മൾ ഇവിടെ ഫസാഡെക്സ് അക്കാഡമിന്റെ കീഴിലുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം ഉണ്ടായ ഫസാഡെക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്, അവിടെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഇത്. പ്രൊജക്ട് റിയാദിലുള്ള, സൗദി അറേബ്യയിലെ റിയാദിലുള്ള പ്രൈം ബിസിനസ് റിസോർട്ട് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്ട് നമ്മളാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ കണ്ടാൽ അറിയാം, ഈ ഒരു ഗ്ലാസ് പോലുള്ള ഒരു സംഭവം ഇതൊക്കെ ഉണ്ടാവും, ഫേസ് ക്ലാഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ എന്ത് ചെയ്യും, റിവിറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതിന്റെ ഒരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്ത ഒരു മോഡലാണ്. ആർക്കിടെക്ട് ഈ ഒരു ഡിസൈനിൽ വേണമെന്ന് പറയും. അപ്പോൾ ഫസാഡ് എഞ്ചിനീയർ ആണ് അതിനെ ഒരു
എഞ്ചിനീയറിംഗ് ഷോപ്പ് ഡ്രോയിങ് ആക്കി മാറ്റൽ. ഒരു എലിവേഷൻ വ്യൂ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു ഓരോന്നിൻ്റെയും ഷെഡ്യൂളുകളുള്ള ഒരു ഷെഡ്യൂൾ വ്യൂ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഫസാഡ് എഞ്ചിനീയർ ഡ്രോയിങ് ചെയ്യണ ഇതാണ്. അതുപോലെ പിന്നെ ഡീറ്റെയിൽ ഡ്രോയിങ് ഉണ്ടാവും അതിൻ്റെ കൂടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് ഈ ഫസാഡ് എഞ്ചിനീയറിംഗിലെ ഈ ഒരു ഡ്രോയിങ്ങിന്റെ ഒരു ശൈലി. അപ്പൊ ഇതാണ് ഒരു ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ വർക്കുകൾ. ഇപ്പൊ നമ്മൾ ഫസാഡ് എഞ്ചിനീയറിംഗ് വർക്കൊക്കെ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന് ഗ്ലോബലി എന്തൊക്കെ ഡിമാൻഡ്സ്, എത്രയാണ് ഇതിന് കരിയർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. ഗ്ലോബൽ ആൻഡ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഡിമാൻഡ്. ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ഹൈ ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ് ഈ ഫസാഡ് എഞ്ചിനീയറിംഗ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് ഇപ്പോഴല്ല, കുറച്ചൊരു 10-20 വർഷമായിട്ട് തന്നെ ഹൈ ഡിമാൻഡാണ്. പക്ഷെ നമ്മൾ നാട്ടിലേക്കൊന്നും അധികം അറിയപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഹൈ ഡിമാൻഡ് ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ ഇതിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിൽ ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് മായി ബന്ധപ്പെട്ട കുറെ ഡെവലപ്മെന്റ്, ഇതുപോലെ സൗദിയിൽ ഇനി 2036 വേൾഡ് കപ്പ് വരുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട അവരെ വലിയ വലിയ ഡെവലപ്മെന്റ്. അതുപോലെ വിഷൻ 2030 എന്ന് പറഞ്ഞ സൗദിയുടെ വലിയ മെഗാ പ്രൊജക്റ്റുകളുണ്ട്. വലിയ വലിയ പ്രൊജക്റ്റ്, ലൈന്, കിദ്ദിയ, 7 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രൊജക്റ്റുകൾ, നിയോം സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാർത്തകളിലൊക്കെ. ഇതൊക്കെ കംപ്ലീറ്റ്ലി എല്ലാ ബിൽഡിങ്ങുകളും അതിലൊക്കെ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ വലിയ സാധ്യതകളുള്ള ബിൽഡിങ്ങുകളാണ് അതൊക്കെ വരുന്നത്. അത് ഗ്ലാസുകൾ കൊണ്ടും ക്ലാഡിങ്ങുകൾ കൊണ്ടൊക്കെ നിർമ്മിക്കുന്ന വലിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വലിയ ഫസാഡ് എഞ്ചിനീയറിംഗിൽ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലും വലിയ വലിയ മാളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, അതുപോലെ എയർപോർട്ടുകൾ, പിന്നെ നമ്മളെ കാലിക്കറ്റ് ബേസ് ചെയ്ത് തന്നെ പല ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ വരുന്ന മറ്റ് എന്താ പറയുക മെട്രോ പോലുള്ള പല പ്രൊജക്റ്റുകൾ, ഇതിലൊക്കെ വലിയ രീതിയിൽ ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ സാധ്യത ഉണ്ട്. അപ്പൊ നോർമലി നമ്മൾ ആർക്കൊക്കെ നമ്മൾ ഫസാഡ് എഞ്ചിനീയർ ആവാന്നുള്ളതാണ്. ഹൂ ക്യാൻ ബിക്കം എ ഫസാഡ് എഞ്ചിനീയർ, ആർക്കൊക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഒരു ആർക്കിടെക്ചറൽ കഴിഞ്ഞ ആളുകൾക്ക്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ മെക്കാനിക്കൽ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള ITI, ITC, അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അതുപോലെ പോളിടെക്നിക്ക് കഴിഞ്ഞവർക്ക്, പിന്നെ BTech കഴിഞ്ഞവർക്കൊക്കെ ഫസാഡ് എഞ്ചിനീയർ ആവാം. ഒരു ബേസിക് ആയിട്ട് ഒരു ഡ്രോയിങ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ സ്കില്ലും പിന്നെ ടെക്നിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങൾ സിവിലും ഇതിലൊക്കെ പഠിക്കണ ചില കാര്യങ്ങൾ തന്നെ, അതൊക്കെ ബേസിക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫസാഡ് എഞ്ചിനീയർ ആവാം. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥാപനമാണ് നമ്മളെ ഫസാഡ് എക്സ് അക്കാഡമി. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന 6 മാസത്തെ കോഴ്സും 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഉള്ളൊരു സ്ഥാപനമാണ് ഫസാഡ് എക്സ് അക്കാഡമി. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫസാഡ് എക്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളെ ഫാക്കൽറ്റീസ് ഒക്കെ 10 ഇയർ പ്ലസ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുള്ള വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള, ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഫാക്കൽറ്റീസ് ആണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കാനും കാര്യങ്ങൾ സിലബസുകളൊക്കെ കൈകാര്യം ചെയ്യണതും ഫാക്കൽറ്റീസൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ റിയൽ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, നമുക്കിവിടെ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിയും കൂടി ഉണ്ടായത് കൊണ്ട് അതിലുള്ള പ്രൊജക്റ്റുകൾ അതൊക്കെ GCCയിലും യൂറോപ്പിലൊക്കെ ഉള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ്, ലൈവ് പ്രൊജക്റ്റുകളാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ അത് വർക്ക് ചെയ്യാനും അതിൽ എങ്ങനെയാണ് പ്രൊജക്റ്റുകൾ വർക്ക് ചെയ്യുന്നത്, അതിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാനൊക്കെ ഉള്ള അവസരം ഇതിന്റെ കൂടെ ഉണ്ട് നമ്മളെ ഫസാഡ് എക്സ് അക്കാഡമിയുടെ കൂടെ. പിന്നെ പല ഇൻഡസ്ട്രി മേഖലയിലുള്ള ഫസാഡ് എക്സ് അക്കാഡമിക്കുള്ള ഒരു ബന്ധം, അത് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് റിക്രൂട്ട്മെന്റും ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഒരു GCC രാജ്യങ്ങളിലെ ഒരു 50ഓളം കമ്പനികളിലും, പിന്നെ നമ്മളെ കേരളത്തിൽ ഒരു 30ഓളം കമ്പനി, പിന്നെ ഇന്ത്യയിലെ മറ്റ് ഉള്ളിടത്ത് ഒരു 50ഓളം കമ്പനികളായിട്ടൊക്കെ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. നമ്മളിവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ അത്തരം കമ്പനികളിലേക്ക് ഡയറക്റ്റ് ആണ് വിടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 100% എന്ത് പറയണത്, പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലൊക്കെ പഠിച്ചിറങ്ങിയ എല്ലാ കുട്ടികളും 100% കുട്ടികളും നല്ല പോസ്റ്റിൽ വിവിധ കമ്പനികളിൽ ഹയർ ആയിട്ടുണ്ട്. അവരൊക്കെ നല്ല സാലറി വാങ്ങിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ കുട്ടികളൊക്കെ ഇപ്പോൾ കറന്റില് കുറച്ച് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഏകദേശമൊക്കെ ജോലിയുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 100% റീഫണ്ട്. അങ്ങനെ ഒരു റീഫണ്ടിന്റെ ആവശ്യമില്ല, കാരണം എല്ലാവർക്കും നമ്മൾ
ഇത് കൊടുക്കണം. അപ്പം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണ ഇവിടെ സിലബസിൽ യൂസ് ചെയ്യണ 4 സോഫ്റ്റ്വെയറുകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന് ഓട്ടോകാഡ്, എല്ലാവർക്കും അറിയുന്ന പോലെ ഓട്ടോകാഡ് അറിയുന്നത്. പിന്നെ റിവിറ്റ്, അതുപോലെ നാവിസ് വർക്ക്, അതുപോലെ ഇൻവെൻറ്റർ. ഈ 4 സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഫസാഡ് എഞ്ചിനീയർ വർക്ക് ചെയ്യൽ പ്രധാനമായിട്ടും. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളും ഈ ഫസാഡ് എഞ്ചിനീയർ എങ്ങനെയാണ് ഓട്ടോകാഡിൽ വർക്ക് ചെയ്യേണ്ടത്, റിവിറ്റിൽ വർക്ക് ചെയ്യേണ്ടത്. ഒരു ബേസിക് ആയിട്ടുള്ള ഓട്ടോകാഡ് പോലെയല്ല, ഫസാഡ് എഞ്ചിനീയറിംഗിലാവുമ്പോൾ കുറച്ചൊരു മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളത് ഇവിടെ ഫസാഡ് എഞ്ചിനീയർ എങ്ങനെ ഓട്ടോകാഡിൽ വർക്ക് ചെയ്യണം, റിവിറ്റിൽ വർക്ക് ചെയ്യണം, നാവിസ് വർക്കിൽ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ബാച്ച് ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മളൊന്ന് വേഗം ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു പോവാണ് സമയമില്ലാത്തതുകൊണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സെഷനിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ബാച്ചിലേക്ക് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂണിലും ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, മെയിലും സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ബാച്ചുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹയറിങ്. അപ്പോൾ അതിൽ ഏകദേശം ഒരു 6 പേര് 7 പേരൊക്കെയാണ് മാക്സിമം ഒരു ബാച്ചിൽ ഉണ്ടാവില്ല. കാരണം നമ്മൾ കുറേ ആളുകളെ വെച്ചിട്ട് വലിയ ക്ലാസ് ഉണ്ടാക്കിയിട്ട് കുറേ ആളുകൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയല്ല. നമ്മൾ സ്മോൾ ബാച്ച് അതിൽ അവരെ മാക്സിമം പഠിപ്പിച്ചിട്ട് നല്ല രീതിയിൽ എന്താ ചെയ്യുക, പ്ലേസ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു തീം. അതല്ലാണ്ട് കുറേ കുട്ടികളെ 10-50 കുട്ടികളെ ഒരുമിച്ച് പഠിപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ ഒരു രീതി നമുക്കില്ല. നമ്മളൊരു 6 ആൾ 7 ആളൊക്കെ ഒരു ബാച്ചിൽ ഉണ്ടാവുള്ളൂ. ആ കുട്ടികളെ പഠിപ്പിച്ചിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നല്ല കമ്പനികളിൽ നല്ല സാലറിയിലോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നോർമലി ഒരു ഡേയില് ഒരു ദിവസം 2 ബാച്ചുകൾ ഉണ്ടാവും. മോർണിംഗ് ബാച്ചും ആഫ്റ്റർനൂൺ ബാച്ചും. ഏത് ബാച്ചിന് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ദിവസം 4 മണിക്കൂറാണ് ഉണ്ടാവല്. 9 മണി മുതൽ 1 മണി വരെ, പിന്നെ 1:30 മുതൽ 5:00 വരെ, ഇങ്ങനെ 2 ബാച്ചുകളായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് അത്തരത്തിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ നമ്മളെ കോഴ്സ് ഫീ, ടോട്ടൽ കോഴ്സ് ഫീയും കൂടി നമ്മൾ പറയാം. ടോട്ടൽ നമുക്ക് കോഴ്സ് ഫീ 6 മന്ത്, നമ്മളെ ടോട്ടൽ പ്രോഗ്രാം വരുന്നത് 6 മാസം പ്രാക്ടിക്കലായിട്ട് ഇവിടെ ഫസാഡക്സ് അക്കാഡമിയിൽ നിന്നും, പിന്നെ 6 മാസം ഒരു ഇന്റേൺഷിപ്പ് പോലെ. അത് പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പാണ്. നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയാലും നിങ്ങൾക്ക് 10,000 രൂപ 20,000 രൂപ ഒക്കെ സാലറി ഇന്റേൺഷിപ്പിന് മാത്രം കിട്ടും. നമ്മളെ ഇത് വരുന്നത് ടോട്ടൽ 6 മാസത്തെ കോഴ്സാണ്. അത് 95,000 ആണ് 6 മാസത്തെ കോഴ്സ് ഫീ. അത് ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഗഡുക്കളായിട്ട് അടച്ചു തീർത്താൽ മതി. ഒരുമിച്ച് ഒന്നായിട്ട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മൾ അതിലൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ 10,000 ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു 2 ദിവസത്തിനുള്ളിൽ സീറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ്. ഒരു 45 ഒരു സാറ്റർഡേ സൺഡേ ഈ 2 ദിവസവും നമ്മളോട് കോൺടാക്ട് ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് 5,000 രൂപ മതി സീറ്റ് ബുക്ക് ചെയ്യാൻ. സീറ്റ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ 10,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ലാപ്ടോപ്പ് ഇതൊന്നും വേണ്ട, എല്ലാ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ലാപ്ടോപ്പ് ഉള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ചെറിയൊരു ഫീസ് ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ അങ്ങനെ നമ്മൾ ലാപ്ടോപ്പ് നമ്മൾ മസ്റ്റ് ആയിട്ട് വേണമെന്നില്ല. കാരണം ഇവിടെ നമ്മൾ PC കാര്യങ്ങളൊക്കെ നല്ല സ്പെക്കും നല്ല നമ്മളെ സോഫ്റ്റ്വെയറുകളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന നല്ല കമ്പ്യൂട്ടറുകളൊക്കെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ലാപ്ടോപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അതുള്ളവർക്ക് നമ്മളൊരു ചെറിയ അവരെ സ്വന്തം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ചെറിയ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തം ഫീസിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പാണ്, അഡ്മിൻസിൻ്റെ വാട്സപ്പാണ്. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ആർക്കും മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിച്ചാൽ നമ്മൾ ഡൗട്ട്സ് ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് തരാം. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കുക. ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ? എന്തെങ്കിലും നമ്മൾ ഓടിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. എല്ലാവർക്കും ടൈമിന് പരിമിതി ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നിങ്ങളെ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്.
ഈ ഹോസ്റ്റൽ സൗകര്യം ഹോസ്റ്റൽ സൗകര്യം നിലവിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്ഥാപനം വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്തുള്ള കിൻഫ്ര ടെക്നോ പാർക്കിലാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ നല്ല രീതിയിലുള്ള ചുറ്റുഭാഗം നല്ല ഹോസ്റ്റല്, PG, അതുപോലെ എന്താ റെന്റഡ് ഹൗസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമ്മളെ നിലവിലുള്ള ബാച്ചിലുള്ള കുട്ടികളൊക്കെ ഇവിടെ സ്വന്തമായിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിൽക്കുകയാണ്. കുറഞ്ഞ പൈസക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ വന്നാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതൊക്കെ ഇപ്പൊ നമ്മൾ വിട്ടുപോയ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളെ ഡൗട്ടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊക്കെ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് ആർക്കും വേണമെങ്കിൽ ചോദിക്കാമോ? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ, ആരാ മൈക്ക് ഓണാക്കി? ആരാ ചോദിച്ചോളൂ. ഗൗരി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഗേൾസിനുള്ള ഓപ്പർച്യൂണിറ്റി പറയുമെന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ട്. ഗേൾസിനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാം. ഈ ഫസാഡ് എഞ്ചിനീയറിംഗ് മറ്റു മേഖലയെ പോലല്ല, ധാരാളം ഗേൾസ് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡും കൂടിയാണ്. കാരണം ഗേൾസിനൊക്കെ നോർമലി സിവിൽ എഞ്ചിനീയറിംഗും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പല ജോലിയിലേക്കും അവർക്കൊരു പരിമിതി ഉണ്ട്. സൈറ്റ് സൂപ്പർവൈസിങ്ങോ അതല്ലെങ്കിൽ അത്തരത്തിൽ പ്രൊജക്ട് മാനേജർ എന്നൊക്കെ ഉള്ള പോസ്റ്റിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു പരിമിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഫസാഡ് എഞ്ചിനീയറിംഗ് ഗേൾസിന് നല്ലൊരു അവസരമുള്ള. കാരണം ഇത് 100% ഈ ജോലി ഓഫീസായിട്ടുള്ള വൈറ്റ് കോളർ ജോബാണ്. അതായത് ഒരു എഞ്ചിനീയർ ആയിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജോലി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിലാണെങ്കിൽ തന്നെ കൊച്ചിയിലും ദുബായിലൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്ത പല കമ്പനികളിലും ധാരാളം ഗേൾസ് ഈ മേഖലയിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഗേൾസിന് ഞാൻ പറയുന്നത് വളരെ റിസ്ക് കുറഞ്ഞ എന്നാൽ അത്യാവശ്യം നല്ല സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് ഫസാഡ് എഞ്ചിനീയറിങ്. അപ്പോൾ ഗേൾസിനൊക്കെ അപ്പോൾ നമ്മളെ സ്ഥാപനത്തിൽ തന്നെ ഫസാഡ് എഞ്ചിനീയേഴ്സ് ആയിട്ട് ഗേൾസും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റുഡൻസ് ആയിട്ടും ഗേൾസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല ഈസി ആയിട്ട് എന്താ ലേണിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഫസാഡ് എഞ്ചിനീയറിങ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോയാൽ കുറേ കമ്പനികൾ ടെക്നോ പാർക്കിലൊക്കെ ഉള്ള എനിക്കറിയാവുന്ന 10ഓളം കമ്പനികളുണ്ട്. അവിടെയൊക്കെ കൂടുതലും ഗേൾസാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് പുറത്ത് പോകാൻ പറ്റാത്തവരായിട്ടുള്ള ഗേൾസിനും അതുപോലെ വേറെ ഏതെങ്കിലും സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടാത്തത് കൊണ്ടും ഫസാഡ് എഞ്ചിനീയറിങ് ഗേൾസ് ധാരാളമായി ചൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. നീ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഏകദേശം 40 മിനിറ്റോളായി നമ്മളെ വെബിനാർ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കുറച്ച് 2 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് പല ഇപ്പൊ സിവില് കഴിഞ്ഞവർ നിങ്ങളെ മുന്നിലേക്ക് പല ആളുകളും പല രീതിയിലുള്ള കോഴ്സുകളായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അവരുടെ ആ കോഴ്സുകളൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യുക, എന്താണ് ഫസാഡ് എഞ്ചിനീയറിങ്ങിനുള്ള ബെനിഫിറ്റ് എന്നുള്ളത്. പല ആളുകളും ഇത് ചിലപ്പോൾ കേട്ടിട്ടില്ല എന്നൊക്കെ പറയും, അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറയും. അപ്പൊ ആ കേട്ടിട്ടില്ല എന്നും അറിയില്ല എന്നൊക്കെ പറയുന്നതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ BIM എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കണേ, എല്ലാവരും കേൾക്കുക എന്നുള്ളത് തന്നെ ആ കോഴ്സ് കുറെ ആളുകൾ ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ ഇതിൽ അവൈലബിൾ ആണ്, കുറെ എഞ്ചിനീയേഴ്സ് ഓൾറെഡി പഠിക്കുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ഡിമാൻഡ് ഏറ്റവും കുറയുന്നതിനുള്ളൊരു കാരണമാണ്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസാഡ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഗൂഗിളിലോ അതല്ലെങ്കിൽ ലിങ്ക്ഡിൻ പോലുള്ള ജോബ് വെബ്സൈറ്റുകൾ ഉണ്ടല്ലോ, പ്രൊഫഷണൽ ആയിട്ടുള്ള ജോബ് വെബ്സൈറ്റ്, അവിടെയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ChatGPT ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഫസാഡ് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ChatGPT ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പഠിച്ചാൽ അതിലൊക്കെ ഉണ്ടാവും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ. അതല്ലാണ്ട് നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ഗ്ലോബലി ഫസാഡ് എഞ്ചിനീയറിംഗിന്റെ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ അറിയണം എന്നില്ല. അപ്പൊ അത് അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിമാൻഡിന്റെ ഒരു പവർ. എന്നാൽ ഫസാഡ് ഇൻഡസ്ട്രിയിലുള്ളവരോട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും പറഞ്ഞു തരും ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്തെങ്കിലും അഡ്വൈസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസാഡ് ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിനിലൊക്കെ ഫസാഡ് എഞ്ചിനീയർ എന്ന് അടിച്ചാൽ ഇഷ്ടം പോലെ ഫസാഡ് എഞ്ചിനീയേഴ്സിനെ കാണാം. അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക, എന്താണ് ഇതിന്റെ ഫീൽഡിന്റെ പ്രത്യേകത എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞുതരും എന്താണ് ഫീൽഡ് എന്നുള്ളതൊക്കെ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റഡ് ആയ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ അഡ്മിൻസ് കോണ്ടാക്ട് ചെയ്യും. അവരോടോ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫർ കിട്ടും. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിഷാന കോർഡിനേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. വൈൻഡ് അപ്പ് ചെയ്തോളൂ. വിലയേറിയ സമയം മാറ്റിവെച്ച് ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. വെബിനാർ വളരെ മനോഹരമായി അവതരിപ്പിച്ച സോലി സാറിനും പ്രത്യേക നന്ദി. ഈ സെഷൻ നിങ്ങൾക്ക് ഒരു പുതിയ കരിയർ ഡയറക്ഷനും കൂടുതൽ അവസരങ്ങളിലേക്കുള്ള ഒരു തുടക്കവുമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹകരിച്ച എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.